ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര ഫൈബ്രൻറ്റ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ്. ഡിസംബർ വെക്കേഷനിൽ ന്യൂ ഇയറിന് ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു ഒരു ട്രിപ്പ് പോകാമെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് മൂന്നാർ തന്നെ ആയിരുന്നു. പക്ഷേ അന്നേരം സീസൺ ആയതുകൊണ്ട് തന്നെ റൂം അവൈലബിലിറ്റി കുറവായിരുന്നു. അങ്ങനെ ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു സാറ്റർഡേ സൺഡേ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വീണ്ടും പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ റൂം കിട്ടിയിരിക്കുന്നത് ലേക്ക് വ്യൂ റിസോർട്ടിലാണ്. ഇത് ഏകദേശം അടിമാലി കഴിഞ്ഞിട്ട് ആനച്ചാലിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ ഒരു ലേക്ക് വ്യൂ റിസോർട്ടിലോട്ട്. ഏകദേശം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെലക്ട് ചെയ്യാവുന്ന അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഈ ലേക്ക് വ്യൂ റിസോർട്ട്. നല്ല ഒരു പ്രൈവസി നമുക്ക് എന്തായാലും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റുന്നതും അത്യാവശ്യം വ്യൂ പോയിൻറ്റ്സുമുള്ള ഏരിയാസ് തന്നെ ഈ ഒരു റിസോർട്ടിലുണ്ട്. അതേ അത്യാവശ്യം പ്രൈവസിയോടുകൂടി കൂടിയിട്ടുള്ള ഒരു അടിപ്പൻ പൂൾ ഫെസിലിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഈ ഒരു ട്രാവലിംഗ് വ്ളോഗിലൂടെ നമുക്ക് മൂന്നാറിലെ മനോഹരമായ കാഴ്ചകളൊപ്പം തന്നെ ഈ ഒരു ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ ഫെസിലിറ്റീസും അതുപോലെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏകദേശം ഒരു 10-11 മണിയായിക്കാണ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് മൂന്നാറിലോട്ട് പുറപ്പെട്ടത്. അടിമാലി കോതമംഗലം റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഞ്ചിനായിട്ട് ഹൈവേയിൽ തന്നെയുള്ള രസ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിരുന്നു. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. കാർ പാർക്കിംഗ് ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് തന്നെ ഇവിടെയുണ്ട്. നെയ്റോസ്റ്റ്, മസാല ദോശ അങ്ങനെയുള്ള എല്ലാ വെജിറ്റേറിയൻ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ഞങ്ങളിവിടെ കഴിച്ചത് ഊണായിരുന്നു. വാഴയിലാണ് സദ്യ വിളമ്പുന്നത്. അതിൽ 4 കൂട്ടം പായസവും നമുക്ക് കിട്ടുന്നുണ്ട്. ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു തിരക്ക് തന്നെ ഇവിടെയുണ്ട്. നല്ലൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മൂന്നാർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് അടിമാലി കോതമംഗലം റൂട്ടിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്ന ലേക്ക് വ്യൂ റിസോർട്ടിലെ ചെക്ക് ഇൻ ടൈം പറഞ്ഞിരുന്നത് 1 മണിക്കായിരുന്നു. റോഡിൽ കാര്യമായ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 4 മണിയോടുകൂടി നമ്മൾ ലേക്ക് വ്യൂ റിസോർട്ടിൽ എത്തിച്ചേർന്നു. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 4500 രൂപയ്ക്കാണ് കേട്ടോ നമുക്കിവിടെ റൂം കിട്ടിയത്. ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ 5500 കാണിച്ചിരുന്നു. അങ്ങനെ ഡിസ്കൗണ്ടിൽ നമുക്ക് 4500-നാണ് ഇവിടെ റൂം കിട്ടിയത്. അതുപോലെ 6000-7000 റേഞ്ചിലൊക്കെ വരുന്ന ഹണിമൂൺ കോട്ടേജുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ. 4 സൈഡും അത്യാവശ്യം വ്യൂസൊക്കെയുള്ള നല്ലൊരു റിസോർട്ട് തന്നെയാണ് കേട്ടോ ഈ ലേക്ക് വ്യൂ റിസോർട്ട്. ഈ ഒരു ഹൈറ്റിൽ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ റൂമുകൾ. ഈ കാണുന്നത് ഇവിടുത്തെ റിസപ്ഷനാണ്. അതുപോലെ അത്യാവശ്യം ഹൈറ്റിലുള്ള റൂം തന്നെയാണ് കേട്ടോ ഞങ്ങൾക്കും സ്റ്റേ ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ചെറിയൊരു ലിവിങ് റൂമാണ് കേട്ടോ ആദ്യം കാണുന്നത്. അവിടെ ഒരു സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ നല്ലൊരു ഔട്ട്സൈഡ് വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂം വരുന്നത് ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാനുള്ള കെറ്റിൽ, ഷുഗർ, ടീ പൗഡർ എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വലിയൊരു വാർഡ്രോബും അവിടെയുണ്ട്. കൂടാതെ ഈ ബെഡ്റൂമിൻ്റെ വിൻഡോയിൽ കൂടി നമുക്ക് ഔട്ട്സൈഡിലോട്ടൊരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കത് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ, ബാത്ടബോർഡ് കൂടിയ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം തന്നെയാണ്. സീസൺ ടൈമൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ റൂം അവൈലബിലിറ്റി തീരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഓൺലൈനിൽ തന്നെ റൂം ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട റൂം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇവിടുത്തെ പൂളൊന്ന് കണ്ടു നോക്കാം. ഈ സ്റ്റെപ്പ് നേരെ കയറി പോകുന്നത് പൂളിലോട്ടാണ്. പൂളിലോട്ട് കയറുന്നതിന് മുന്നേ അവരുടെ കുറച്ച് റൂൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൂളിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു അടിപ്പൻ പൂളാണ് കേട്ടോ ഇത്. ഇവിടെ കാണുന്നത് കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പൂളാണ്.
പൂളിൻ്റെ അറ്റത്തോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല ആഴത്തിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 5.5 ഫീറ്റ് വരെ അടി ആഴം കാണുന്നുണ്ട്. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്ഡോർ വ്യൂസ് ആണ് കേട്ടോ. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ഏരിയാസൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ റൂമിലോട്ടൊക്കെ പോകുന്ന വഴിയിൽ തന്നെ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ഇരിക്കാനുള്ള ഏരിയാസൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഈവനിങ് ആയതോടുകൂടി തന്നെ അത്യാവശ്യം നല്ല തണുത്ത കാറ്റൊക്കെ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ ഇവിടെ. ഇവിടെ നമ്മൾ 4500 പേയ്മെൻറ്റ് ചെയ്തതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഇൻക്ലൂഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫ്രീ ആണ്. പക്ഷേ ലഞ്ചും ഡിന്നറിനും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് കണ്ടോ, വിശാലമായൊരു റെസ്റ്റോറൻറ്റ് തന്നെ ഇവിടെയുണ്ട്. ഈ ഒരു റിസോർട്ടിലെ റൂംസിലുള്ളവരെല്ലാവരും തന്നെ വന്നാൽ തന്നെ ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു അടിപ്പനൊരു ബുഫേ തന്നെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു റിസോർട്ടിലെ ചെക്ക് ഇൻ ടൈം 1 o'clock ആണ് എങ്കിൽ ചെക്ക് ഔട്ട് വരുന്നത് 11 മണിക്കാണ്. അപ്പോൾ ഞങ്ങളൊരു 11 മണിയോടുകൂടി തന്നെ റൂം വെക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് മൂന്നാറിലെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ പോതമേട് വ്യൂ പോയിന്റിലെത്തി. ഏകദേശം മൂന്നാറിൽ നിന്നൊരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പോതമേട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇരവിക്കുളം നാഷണൽ പാർക്കിലോട്ടാണ് പോയത്. വംശനാശം നേരിടുന്നതായ വരയാട്, സിംഹാലം കുരങ്ങ് ഉൾപ്പെടെയുള്ള വിവിധയിനം കുരങ്ങുകൾ, മാൻ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഇവിടെ എത്തുന്ന സന്ദർശകരിൽ അധിക ഭാഗവും വരയാടുകളെ കാണാൻ എത്തുന്നവരാണ്. പക്ഷെ ഞങ്ങൾ പോയ സീസൺ കറക്റ്റ് അല്ലായിരുന്നു. ഫെബ്രുവരി ടു മാർച്ച് ഇവിടെ ക്ലോസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത് മോർണിംഗ് 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. അതുപോലെ ഇവിടെ കയറുന്നതിന് എൻട്രി ഫീസ് വരുന്നുണ്ട്. അതിൽ അഡൽറ്റിനാണെങ്കിൽ 200 രൂപയാണ് വരുന്നത്. ഫോറിൻ നാഷണൽസിലൊക്കെ ആണെങ്കിൽ 500 രൂപയാണ്. അതുപോലെ നമ്മൾ ഓർഡിനറി ക്യാമറയാണ് കയറ്റുന്നതെങ്കിൽ 50 രൂപയും വീഡിയോ ക്യാമറയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ 350 രൂപയും വരുന്നുണ്ട്. അതിനുശേഷം മൂന്നാറിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ എറണാകുളത്തേക്ക് തിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.